യുദ്ധം കൊടുമ്പിരി കൊണ്ട് രൂക്ഷമായതിനിടയിൽ പാക് സൈനിക മേധാവി ജനറലായ ആസിം മുനീർ കസ്റ്റഡിയിൽ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാക് സൈന്യത്തിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു. രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ജനറൽ ആസിം മുനീറിനെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി സൈനിക വിചാരണയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ആസിം മുനീർ രാജ്യം വിട്ടു എന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ വാർത്ത പാകിസ്ഥാൻ തന്നെ നിഷേധിക്കുകയാണ് ചെയ്തത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥ ജനറൽ ആസിം മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ സംഷാദ് മിർസയുടെ നേതൃത്വത്തിലാണ് ജനറൽ ആസിം മുനീറിനെ കസ്റ്റഡിയിലെടുത്തതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനറൽ ആസിം മുനീറിന് പകരം സാഹിർ സംഷാദ് മിർസ പാകിസ്ഥാന്റെ പുതിയ ആർമി ചീഫായി ചുമതല ഏറ്റെടുക്കുമെന്നാണ് വിവരം. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പാകിസ്ഥാൻ സർക്കാരോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമോ അതുപോലെ തന്നെ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസോ ഇതുവരെയും ഒരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. രാഷ്ട്രീയ വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്നതിനും തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമത്വം കാണിക്കുന്നതിനും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനും രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ വഷളാകുന്നതിനും ജനറൽ മുനീർ സൈന്യത്തെ ഉപയോഗിക്കുന്നതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാൻ ആകട്ടെ ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് ഇന്ത്യയിൽ നടത്തിയതെന്നാണ് കരസേനാ വൃത്തങ്ങൾ പറയുന്നത്. വ്യോമസേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും അതുപോലെ തന്നെ ഹോഷിയാപൂർ എന്നിവിടങ്ങളിലെല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ്. രാജസ്ഥാനിലും ഡ്രോൺ ആക്രമണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിലും ആളപായമില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിൽ പോലും ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് ചെയ്തതും. നിലവിൽ ജമ്മുവിൽ ഉൾപ്പെടെ തന്നെ നിരവധി ഇടങ്ങളിൽ തന്നെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിരിക്കുന്നതും. ജനങ്ങൾക്ക് മുൻകരുതൽ അറിയിപ്പും നൽകിയിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. കൂടാതെ തന്നെ ദില്ലിയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും തന്നെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാകണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ബലൂച്ച് ആർമി 5 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നതും 5 ഇടങ്ങളിൽ പാക് സൈനികരെ ബലൂച്ച് ആർമി നേരിട്ടു. ക്വറ്റ പിടിച്ചെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചതായി വിവരമുണ്ട്. അതേസമയം പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വീടിന് 20 കിലോമീറ്ററിനടുത്ത് സ്ഫോടനം നടക്കുകയും ചെയ്തു. ഇതേ തുടർന്നുകൊണ്ട് പാക് പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്നും ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിനെ വിറപ്പിച്ച ഇന്ത്യ മിസൈൽ വർഷം നടത്തി. സിയാക്കോട്ടിലും കറാച്ചിയിലും ലാഹോറിലും തുടർ ആക്രമണമുണ്ടായി. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 4 പാക് പോർ വിമാനങ്ങൾ ഇന്ത്യ വീഴ്ത്തി. അതുപോലെ തന്നെ കറാച്ചിയിൽ 3 ഡ്രോണുകൾ വീഴ്ത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം രാജ്യ തലസ്ഥാനത്ത് കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. പ്രധാനപ്പെട്ട ഓഫീസുകൾ, റോഡുകൾ, വീടുകൾ എന്നിവയെല്ലാം തന്നെ സുരക്ഷ കൂട്ടിയിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റ് പരിസരത്ത് നിന്നടക്കം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ആദ്യം മുതൽക്കേ തന്നെ ബലൂച്ച് ഇന്ത്യക്കൊപ്പം തന്നെയാണ് നിലകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ക്രൂരതകൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ബലൂച്ച് ആർമി കൂടെ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും പാകിസ്ഥാൻ പിന്മാറിയില്ലെങ്കിൽ ആ രാജ്യം തന്നെ ഇനി ഉണ്ടായെന്ന് വരില്ല എന്നതാണ് ഇതിലൂടെ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.